ഗുഡ് ഈവനിങ് ആണ്. 2 ദിവസം മുന്നേ നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മുടെ ആശാ വർക്കേഴ്സുമായിട്ട് ഒരു ചർച്ച നടത്തി. ചർച്ച പരാജയമായിരുന്നു. പക്ഷേ അതൊരിക്കലും ഈ സമരം പരിഹരിക്കാനുള്ള ഒരു ചർച്ചയായിരുന്നില്ല. ഒരിക്കലും നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. പിന്നെ നമ്മുടെ ദാരിദ്ര്യ കണക്ക് പറയാനുള്ള ചർച്ചയും കൂടെ. ആശാമാരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് എവിടെയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് ഇത്രയായിട്ട് മനസ്സിലായില്ല. നിങ്ങൾ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും 40 ദിവസങ്ങളായിട്ട് കുറച്ച് സ്ത്രീകൾ അവിടെ സമരം ചെയ്യില്ലല്ലോ. അപ്പോൾ പറയും 90% ആശമാർ ഞങ്ങളുടെ കൂടെയാണെന്ന്. ഒരിക്കലും അല്ല മാഡം, ഒരിക്കലും അല്ല. കാരണം ഈ 90% ആശമാരിൽ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയും? അവിടെ വന്ന് സമരം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്, അവരെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ്. അതിനർത്ഥം അവർ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നു എന്നല്ല. ഇവരെ തള്ളിപ്പറഞ്ഞിട്ട്, സമരം ചെയ്യുന്നവരെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നല്ല അതിനർത്ഥം. അവർക്ക് വരാനുള്ളൊരു സാഹചര്യം പോലും കാണില്ല എന്നുള്ളതാണ്. പല ആശമാരും പറഞ്ഞു അവർ പൈസ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കടം വാങ്ങിയാണ് ഇവിടെ വന്ന് സമരത്തിന് വേണ്ടി വന്നത്, ഞങ്ങളുടെ അതിജീവന സമരമാണിത് എന്ന് പറഞ്ഞു. അതിനുപോലും സാധിക്കാത്തവരായിരിക്കാം ബാക്കിയുള്ളവർ പലരും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ തന്നെ സൈബർ പോരാളികളുടെ ഭാര്യമാരും അമ്മമാരും ആയിരിക്കാം വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നുള്ള ഭീഷണികളും ഉണ്ടാകാം. അപ്പോൾ അവരെങ്ങനെ വരും? സ്വാഭാവികം വരും. പിന്നെ ഇവിടെ സമരം ചെയ്യുന്ന ആശാമാർ ഒരിക്കലും അവരെ സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ആവശ്യപ്പെടുന്നതിൽ എന്ത് നിങ്ങൾ അംഗീകരിച്ചാലും അത് ഈ കേരളത്തിലുള്ള എല്ലാ ആശമാർക്കും അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി ഓടിപ്പടിച്ച് ഡൽഹിക്ക് പോയി. ഇവർ ഡൽഹിക്ക് വെളുപ്പാങ്കാലം പോകുന്നു എന്ന് അറിഞ്ഞ പുറകെ നമ്മുടെ മാധ്യമപ്രവർത്തകർ രാവിലെ തന്നെ അവരുടെ പുറകെ വച്ചു പിടിച്ചു. എയർപോർട്ടിൽ വെച്ച് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ വളരെയധികം ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. കാരണം രാവിലത്തെ ന്യൂസ് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ചെവി കൊണ്ട് കേട്ട ഒരാളുമാണ്. ഒറ്റ കേൾവിക്ക് കേൾക്കുന്നവന് നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് തന്നെയാണ് ഹിഡനായിട്ട് പറഞ്ഞത്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ നാട്ടുകാരെയും കുറേ ആശാവർക്കർമാരെയും ഒരു സമൂഹത്തിനെ മുഴുവൻ പറ്റിച്ചാണ് ഇന്നലെ നിങ്ങൾ പോയത്. തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ കള്ളി പൊളിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾ കാണിച്ച കള്ളത്തരം, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചത് ഒരു കള്ളത്തരമാണ്, നിങ്ങൾ പോയത് ക്യൂബൻ സംഘത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്യൂബൻ പ്രതിനിധികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അതിനെതിരെ ഇവിടെ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. നിങ്ങൾ അവരോട് ചോദിക്കുന്നത് കേട്ടു, ഊഹങ്ങളല്ലേ നിങ്ങൾ പടച്ചുവിടുന്നതെന്ന്. എന്ത് ഊഹങ്ങളാണ് മാഡം പടച്ചുവിടുന്നത്? നിങ്ങളൊരു മാധ്യമപ്രവർത്തകയായിരുന്നില്ലേ? ഇപ്പോഴല്ലേ നിങ്ങൾ ആരോഗ്യമന്ത്രിയായത്? അതിന് മുന്നേ വരെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ നിങ്ങളൊരു മാധ്യമപ്രവർത്തകയായിരുന്നില്ലേ? അപ്പോൾ ഊഹാപോഹങ്ങൾ പടച്ചുവിടലാണോ മാധ്യമപ്രവർത്തകരുടെ ജോലി എന്ന് പറയുന്നത്? അതെങ്ങനെ ശരിയാവും? പൈസ ഇല്ല എന്ന് പറയുന്നു. ഞാൻ പോകുന്നതും വരുന്നതും ഒന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ബോധിപ്പിക്കണം മാഡം, ബോധിപ്പിക്കണം. കാരണം ഞങ്ങളുടെ നികുതി പണത്തിലാണ് നിങ്ങൾ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇവിടെയുള്ള കേരളത്തിലെ ഓരോ ജനങ്ങളെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. കാര്യം ഞങ്ങൾ തന്ന വോട്ടിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് നിങ്ങളുടെ കടമയാണ്. കാര്യം ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇന്ന് AC റൂമിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറുപടി പറയണം. അതിന് നിങ്ങൾ തട്ടിക്കേറിയത് കൊണ്ടോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല. 40 ദിവസമായി നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ആശമാർ 40 ദിവസമായിട്ട് സമരത്തിലാണ്. അത് നിങ്ങൾ കാണുന്നില്ല. പൈസ ഇല്ല എന്ന് നിങ്ങൾ നിലവിളിക്കുന്നു. ഫണ്ടില്ല, കേരളം ദാരിദ്ര്യത്തിലാണ്, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫണ്ടില്ല നിങ്ങൾ നിലവിളിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം അതിവിപുലമായി ആഘോഷിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഫണ്ടുണ്ടോ? വയനാട് കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ ഫണ്ടില്ല. മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് 730 കോടി രൂപ വന്നു. എവിടെയാണത് ഇതൊക്കെ? അപ്പോൾ നിങ്ങൾക്ക് പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നതിനും, നിങ്ങൾക്ക് ഡൽഹിക്ക് പോകുന്നതിനും, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും, അതുപോലെ നിങ്ങളുടേതായ പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും, വാർഷികങ്ങൾ ആഘോഷിക്കുന്നതിനും നിങ്ങൾക്ക് ഫണ്ടുണ്ട്. സാധാരണക്കാരായ കുറച്ച് സ്ത്രീകൾ അതിജീവനത്തിന് വേണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയുണ്ടായി, കേന്ദ്ര പദ്ധതിയാണ് ആശയം.
കേന്ദ്ര പദ്ധതി അല്ല ആശയം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ സംസ്ഥാനത്തും ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. ഒരിക്കലും അത് കേന്ദ്ര സർക്കാരല്ല കൊടുക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ഇൻസെൻറ്റീവാണ്. ഇവിടെയുള്ള ആശമാർ സമരം ചെയ്യുന്നതും അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. വിരമിക്കൽ ആനുകൂല്യവും ഓണറേറിയവും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. നിങ്ങൾ ആരാണ് പറ്റിക്കാൻ നോക്കുന്നത്? തെറ്റിദ്ധാരണകൾ പടർത്തി നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ഇന്നലെ ഡൽഹിക്ക് പോയത് പോലും ഞങ്ങളുടെ പൈസയ്ക്കാണ്. ഞങ്ങൾ ഈ സാധാരണക്കാരായി ഞങ്ങൾ തന്ന നികുതി പണത്തിലാണ്. അതുകൊണ്ട് പൊതുജനത്തിന് വീണ്ടും കഴുതയാക്കാൻ ശ്രമിക്കണ്ട. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സൈബർ പോരാളികൾ ആരും ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് ഓടി വരണമെന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയും കൊങ്ങിയും ഒക്കെ ആകും, സാരമില്ല. ഇപ്പോഴും ഞാൻ എന്തോ ആണെന്ന് നിങ്ങൾക്കൊരു തീരുമാനമായിട്ടില്ല, നിങ്ങൾക്കൊരു ഉറപ്പില്ല. ഇതിപ്പോൾ സംഖ്യയാണോ കൊങ്ങിയാണോ നിങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ഇതിൽ ഓടിപ്പടച്ച് വരുന്ന നിങ്ങൾ ആരാന്ന് മനസ്സിലാവുന്നുണ്ട്. സത്യം വിളിച്ചു പറയുന്നവരെ എന്താ പറയുക, രണ്ടായിട്ട് അങ്ങോട്ട് വലിച്ചു കീറാനുള്ള ദേഷ്യവും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അതങ്ങ് കയ്യിൽ വച്ചിരുന്നാൽ മതി. ഇനിയും ഞാൻ പറയും.